jelly like a stream. Merrily, 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 life is like a dream. Row your boat, jelly like a stream. Merrily, 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 life is like a dream. Merrily, 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 merrily. They're the hero number 1. Yes. ഇതെന്താ ശിവേട്ടാ? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ. തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കള്ളൻ. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശല്യം. വരും. മൈൻഡ് ചെയ്യണ്ട. പ്ലേയോണിസ് കോംപ്ലക്സ്. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് വരട്ടിയാ മതി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only transformation phase. Yeah. My name is Anthony Gonsalves. मैं इस दुनिया में अकेला हूँ. दिल भी है खाली, घर भी है खाली, इसमें रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. ग्रुप में है प्रेम गली गोली नंबर 420. ആരടപ്പൻ ആന്റണി ഗോൺസാൽവസ്? ഓ ഇയാളുടെ. Hey man, what are you doing? ഹേ പതുക്കെ. ഉള്ള ഇംഗ്ലീഷ് കൊണ്ട് നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യും? Hey, who are you man? എടാ തങ്കപ്പ തള്ള നീയാ. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടിടരുന്നപ്പോഴെ കുട്ടപ്പത്തല്ലേ? അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ഛർദിക്കാറാ അല്ലേ? ഇത് തൂക്കിട്ടാണോ വലിയ ബഹളം? പോയി അമ്മൂമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണോ? ആരാ? അമ്മേ ചൊറിയണോന്ന്. റോസാപ്പൂവല്ല, മൊസാൻഡയുമല്ല. ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖ്വയ്ദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. Read that, idiot. ലോക്കൽസിനോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. ഭഗവതി നാട്ടിക്കല്ലേ. പാടം തല്ലി പഠിച്ചും ചൊല്ലി പഠിച്ചും ഞാൻ ഒരാളാകും. നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കുന്ന രസായി. നീ ഒരിക്കലും ഒരു അലവലാതിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്. ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് വിലം കണിയിച്ച് കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ദാവൂദ് ഇബ്രാഹിമ വന്ന് വണ്ടിയിലോട്ട് കയറാൻ പറ്റി. മതി. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റെ നീ പറയണ. നീ നമ്മുടെ പുതിയ എസ്ഐ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട് തിരിച്ചാ. കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്നാ. ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും. കേരള വണ്ടിയിലോട്ട് കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഊരില്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കരനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ?
അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ, കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനവൻ. പേടിക്കണ്ട. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട സാർ. കേരളികൾ ഇത് നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേറ കള്ളക്കളും. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണം, എന്നാലേ സ്റ്റേഡ് മുമ്പിൽ എനിക്ക് വില ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കേറാ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ എന്തേ സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗാലറി കയറ്റിയല്ലേ. അത്യാവശ്യം അടിക്കേണ്ട ബോൾ വന്നപ്പോ സാറതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വേറെ കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. ഓവർ തികയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്തു. ചെല്ലി. തിരിച്ചു വേണ്ട തിരിച്ചു വേണ്ട. SI സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയുന്നത് സിനിമാക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് ഇടിയിട്ടേനെ നീ എന്തിനു കയറണം? മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ട പോലെ പൊട്ടിച്ചത്. ദ്വാണ്ട 20 മേശപ്പുറത്തിരിപ്പുണ്ട് ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി. സഹിക്കാൻ പറ്റൂല. അതെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായാലും അപ്പഴേ ചേട്ടാ പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവും ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം ഒന്ന് പോടെ. പൗരുഷം കാണുന്ന ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ള ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്തമാരാണ്. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ നീയല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത് മോഹൻലാലോ വലുതെന്ന് പറയടാ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ. കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയോട് പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എന്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എന്റെ മനസ്സ് വലുതാണ്. ഹലോ റേഞ്ച് കിട്ടുന്നില്ല. ഹലോ റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുടർന്ന് പഠിക്കൂ. കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയാക്കാ? ആരെ കളിയാക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയാക്കാവിളെന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ അതെ. പോടെ പോടെ. ഇനി മേല എന്നെ അവിടെ കണ്ടെന്ന് വരൂല. നിന്ന് കറങ്ങാതെ വീട്ടിൽ പൊടി.